മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇടക്കയിൽ വച്ചരിയാം സാത്താൻ അടുക്കാതിരിപ്പതിനൻ അടുക്കൽ ദൂതഗണത്തെ കാവലണച്ച കൃപയനൽപ്പം ഉറക്കത്തിനു സുഖവും തന്നരികെ നിന്നു കൃപയാ ഉറങ്ങാതെന്നെ സുഖമായി കാത്ത തിരുമേനിക്കു മഹത്വം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ P.C. വർഗീസ് എറണാകുളം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ പ്രഭാത വന്ദനം. വിശുദ്ധ ബൈബിളിൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികൾക്കും വിവിധ പേരുകൾ നൽകിയിട്ടുണ്ട്. ആ പേരുകളിൽ വളരെ പ്രചാരമുള്ള ഒരു പേരാണ് വിശ്വാസി എന്നുള്ളത്. കർത്താവ് നമ്മെ രക്ഷിച്ചിട്ട് നാം ഓരോരുത്തരും ലക്ഷ്യബോധമില്ലാതെ, ദിശാബോധമില്ലാതെ കർത്താവിൻ്റെ വരവ് വരെ ഈ ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനല്ല ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ രക്ഷിച്ച അതേ നിമിഷം തന്നെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഉദ്ദേശം നിർവചിക്കുന്ന പ്രധാനമായ ചില കർത്തവ്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് അനുസരിച്ച് നമ്മുടെ തുടർന്നുള്ള ജീവിത യാത്ര നാം നയിക്കുകയും നമ്മോട് അടുത്തു വരുന്ന ഏവരോടും നാം ഇടപെടുകയും ചെയ്യണം എന്നുള്ളത് ദൈവം നമ്മെല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്? ഇത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതായ ഒരു ചിന്തയാണ്. നാം ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. രണ്ട് പ്രധാനമായ കർത്തവ്യം ഇന്ന് രാവിലെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് വിശ്വാസികൾ ദൈവത്തിൻ്റെ പുരോഹിതന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൃപാസനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് വരുവാനുള്ള അവകാശവും ക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ ദൈവത്തോട് നാം അടുത്ത് ചെല്ലുവാനുള്ള ഒരു വലിയ ആഹ്വാനം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അഭിമുഖമായി അടുത്തു വരിക എന്നതാണ്. ഏറ്റുപറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ സമീപനം ക്രിസ്തുവുമായിട്ട് ലഭിച്ചത്. നമ്മുടെ എല്ലാ പാപങ്ങളും പരിഹരിക്കപ്പെട്ട് നാം വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യമാണ് ലഭിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നാം വളരെ ശ്രദ്ധയോടെ വായിക്കണം. ദൈവത്തോട് അഭിമുഖമായി അവനോട് കൂടെ വസിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ പൗരോഹിത്യം നാമും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തെയും കാര്യത്തെയുമാണ് ഓർപ്പിക്കുന്നത്. ദൈവവും വിശ്വാസിയും തമ്മിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റാരും കാണുന്നില്ല. അത് വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മോടുള്ള ആശയവിനിമയമാകുന്ന വചന പഠനത്തിൽ കൂടെയും നമുക്ക് ദൈവത്തോടുള്ള ആശയവിനിമയമാകുന്ന പ്രാർത്ഥനയിലൂടെയും നാം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരാകുന്നു എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതായിരിക്കുന്നു എന്നുള്ളതും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും വളരുക തുടങ്ങിയ വലിയ ചില
ഉത്തരവാദിത്തങ്ങൾ കൂടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം അത് നമ്മെ ഓർപ്പിക്കുന്നു. രണ്ടാമതായി മറ്റൊരു കാര്യം, നമ്മൾ സ്ഥാനാപതികളായിരിക്കുന്നു എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ ഉള്ള വേദഭാഗം. ദൈവം നമുക്ക് നിരപ്പിൻ്റെ ശുശ്രൂഷ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി സേവനമനുഷ്ഠിക്കുവാനുള്ള വലിയ ഒരു പങ്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അവിശ്വാസികളുമായി ഒരു ഉത്തരവാദിത്വം ഈ വിഷയത്തിലുണ്ട്. എന്താണത്? നമ്മുടെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഇതെല്ലായിടത്തും എല്ലാവരോടും അറിയിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ ഭാഗത്തുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അതുമാത്രമല്ല, തൻ്റെ ശുശ്രൂഷ ജഡത്തിൽ ആരംഭിച്ചു, താനത് ചെയ്തു, നിവർത്തിച്ചു. ഇപ്പോൾ ആ ശുശ്രൂഷ നമ്മിലൂടെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്തവ്യം ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ ജനങ്ങളെ പ്രബോധിപ്പിക്കുക എന്നുള്ളതാണ്. എബ്രായ ലേഖനം 10:23 അനുസരിച്ച് നാം നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നാം നമ്മുടെ കർത്താവിനെ കുറിച്ച് എവിടെയും ആരുടെ അടുക്കലും നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പറയുവാൻ, മനുഷ്യൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ ഈ വലിയ സത്യം പറയുവാനുള്ള ഒരു വലിയ സന്തോഷം നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ മൂലം ദൈവത്തോടുള്ള ഹൃദ്യത വർദ്ധിക്കുന്നത് പോലെ തന്നെ സ്ഥാനാപതികൾ എന്ന നിലയിൽ നമ്മുടെ ശുശ്രൂഷ ഫലകരമായി തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഭൂമിയിൽ നാം നമ്മുടെ ശുശ്രൂഷ ഫലകരമായി ചെയ്യുമ്പോൾ ചില ആളുകളെ നിത്യതയിലേക്ക് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. ഇന്ന് രാവിലെ ദൈവം നമുക്ക് തന്ന ഈ നല്ല ദിവസം, ഈ നല്ല സമയം, ഈ കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ആത്മിക യാഗം കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരു സ്ഥാനാപതി എന്ന നിലയിൽ ക്രിസ്തുവിനെ വരച്ചു കാട്ടുവാൻ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ നമുക്കിടയായി തീരട്ടെ. ഇന്നത്തെ ദിവസം ഈ 2 മേഖലയിലും നമുക്കൊരുപോലെ പ്രയോജനമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലളിതമായ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അരുണന്നുദിച്ചുയർന്നീക്ഷിതി ദ്യുതിയാൽ വിളങ്ങിടുമ്പോ പരനേ എൻ്റെ അകമേ വിളിവരുൾക തിരുകൃപയാൽ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ.